ഇന്നലെ രാത്രി തന്നെ പല നാടുകളിൽ നിന്നും ഈ അപകട വാർത്ത അറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടതാണ്. അവർ പഠിപ്പിച്ച സ്കൂളുകളിലേക്ക്, അതോടൊപ്പം തന്നെ ആ ജംഗ്ഷനിലേക്കൊക്കെ നിരവധി പേരാണ് അവിടെ എത്തിയത്. അത് നേരിട്ട് അറിഞ്ഞും അറിയാതെയും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ അവിടേക്ക് എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു നാട് മുഴുവൻ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ ആളുകൾ കൂടി ഇങ്ങോട്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ സ്കൂളിൽ നിന്ന് ഈ പൊതുദർശനം മാറ്റിയത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം. വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ വന്നാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 2 സ്കൂളുകളിലെയും കുട്ടികൾ ഇവിടേക്ക് എത്തും എന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിരവധി ആളുകൾ തന്നെയായിരിക്കും ഇവിടേക്ക് എത്തുക. ഏതാണ്ട് 1 മണിക്കൂർ നേരമായിരിക്കും ഈ പൊതുദർശനം എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്തിനുള്ളിൽ തന്നെ ഈ പൊതുദർശനം എല്ലാവർക്കും കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുമോ എന്നടക്കമുള്ള സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 3 മഹല്ലുകളായിട്ടാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുക. ഇതിൽ മജീദ്, റുക്കിയ, അവരുടെ ഭാര്യയാണ് റുക്കിയ, അവരേത് മട്ടാത്ത് മഹലിൽ വെച്ചായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ ഈസ്റ്റ് പാങ് പള്ളിയിൽ സുഹറ, അവരുടെ മകൻ ഇഷാം, ഈ 2 പേരുടെ സംസ്കാര ചടങ്ങുകളായിരിക്കും അവിടെ ഉണ്ടാകുക. പാങ് വലിയ ജുമാ മസ്ജിദിലാണ് ഷക്കീല, സാജിദ, റംല തുടങ്ങിയ 3 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുക. അതോടൊപ്പം തന്നെ സ്കൂളിലെ പ്രധാന അധ്യാപികയായ പുലമാന്തോൾ സ്വദേശി അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് വെച്ചായിരിക്കും നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു അധ്യാപികയുടെ സംസ്കാര ചടങ്ങുകൾ സ്വന്തം തറവാട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയും ചെയ്യുന്നു. ഏതായാലും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ആളുകളൊക്കെ ഇപ്പോഴും വലിയ സങ്കടത്തിലും ദുഃഖത്തിലും തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഓരോ ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ കാണാം. കാരണം അവരുമായി അടുത്ത് ഇടപഴകിയിരുന്ന ആളുകളാണ് ഒരു നിമിഷം കൊണ്ട് അവരിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നത്. അവർക്ക് അന്തിമ യാത്ര നൽകാനുള്ള ഒരുക്കത്തിലാണ് അവർ ഓരോരുത്തരും എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളോടക്കം ഇവിടുന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തണം എന്നുള്ള ആവശ്യമാണ് അവരുടെ ഭാഗത്ത് വരുന്നത്. കാരണം അവരുടെ വീടുകളിലേക്ക് വരരുത് എന്നുള്ള നിർദ്ദേശങ്ങളടക്കം അവരുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സാധാരണമായ ഒരു നാടാണ്. അത്തരത്തിൽ നാട്ടിലുള്ള ആളുകൾ തമ്മിലുള്ള ഇഴയടുപ്പം, ബന്ധുത്വമൊക്കെ ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. വലിയൊരു ദുരന്തമാണ് അവർ ഏറ്റുവാങ്ങുന്നത്. ആ ദുരന്ത മുഖത്ത് അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളടക്കമുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്? നിലവിലൂടെ നമുക്ക് വീസർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ബോഡി കാണിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇപ്പോൾ തന്നെ പറയാം. 8:00 കൂടി മൃതദേഹം അവിടെ എത്തും അല്ലേ? ഏകദേശം 3-2.5 മണിക്കൂറായി. ഇപ്പോൾ 8:00 കൂടി എന്തായാലും എത്തുന്നതാണ്. വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല? ഇല്ല. പോലീസിൻ്റെ എസ്കോർട്ടോട് കൂടിയാണ്? അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിൻ്റെ എസ്കോർട്ട്, അവിടുത്തെ സർക്കാരിൻ്റെ ആംബുലൻസിലാണ് വാഹനങ്ങൾ ഒക്കെ ബോഡിയൊക്കെ വരുന്നത്. 3 പള്ളികളിലായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ? അതെ, 3 പള്ളികളായിട്ട് വരും. ഏതെങ്കിലും സമയം പ്രത്യേകം ഈ പറയുന്നുണ്ടോ? അല്ല, നിലവിൽ ഇവിടുത്തെ എന്തായാലും ഈ എല്ലാ വിദ്യാലയത്തിലെ ആളുകളും പൊതുവെ നാട്ടിലുള്ള ആളുകളും അവരെ റിലേഷൻ എല്ലാ ആളുകളും വന്ന് കണ്ടതിന് ശേഷം അതായത് പിന്നെ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം അതായത് പള്ളിയിലേക്കും മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് പോയി. പ്രധാന അധ്യാപിക അജിതയുടെ മൃതദേഹമടക്കം എല്ലാവരുടെ മൃതദേഹം ഇവിടെ തന്നെ ഒരുമിച്ചാണ്. അവർ ഒന്ന് പുലാമന്തോളം, ഒന്ന് കുളത്തൂരാണ് കൊണ്ടുപോകുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറയണത് സാറേ, ഇത് ഞങ്ങളുടെ നാടിൻ്റെ നൊമ്പരമാണ്. ഞങ്ങളുടെ നാടിൻ്റെ നൊമ്പരം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഞങ്ങളുടെ നാട് മറക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഇത് നാടിനെ പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരികളാണ്, ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ പൊതുജനങ്ങൾ, ഞങ്ങളുടെ ഇവിടെ കുറുവ പഞ്ചായത്ത് കമ്മിറ്റികൾ, അതുപോലെ സ്കൂൾ PDA കമ്മിറ്റി, അത് സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് നാട് ഒറ്റക്കെട്ടായി എല്ലാ ക്രമീകരണവും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അവിടുന്ന് അരമണിക്കൂറിലധികമായി മയ്യത്തുകളുമായി ആംബുലൻസുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയാണ് വരുന്നത്. കഴിയാവുന്ന ഇവിടെ വന്നതിന് ഉടനെ തന്നെ ആളുകൾക്ക് പൊതുദർശനം കഴിഞ്ഞ് അതാത് കുടുംബങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള സംവിധാനമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എല്ലാ ആളുകളുടെയും സഹായവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതാണ് പറയാനുള്ളത്. ഏതായാലും 3 തലത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, പഞ്ചായത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ വിഭാഗമാണ് മറ്റൊന്ന്. പോലീസ് നമുക്ക് കാണാം. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ADM അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹമാണ് ഇപ്പോൾ റവന്യൂ വിഭാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് റവന്യൂ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നത്?
സാറാണ് ADM പറഞ്ഞത്. അദ്ദേഹം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. വളരെ കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ്. സാർ, എന്തൊക്കെയാണ് സർക്കാർ തലത്തിൽ ചെയ്യുന്നത്? സർക്കാർ തലത്തിൽ ഇന്നലെ ഇത് അറിഞ്ഞ വഴിക്ക് തന്നെ നമ്മളിവിടുന്ന് പാലക്കാട് നിന്ന് റവന്യൂവിൻ്റെ ഒരു സംഘത്തിനെ തന്നെ അങ്ങോട്ട് അയച്ചു. അതുകൂടാതെ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ തഹസിൽദാർ അടക്കമുള്ള ഒരു ടീമും കൂടി അവിടെ പോയി. ഒപ്പം തന്നെ ചിറ്റൂർ DYSP അടക്കമുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഒരു DMOൻ്റെ ഒരു സീനിയർ ഡോക്ടർ അടക്കമുള്ളൊരു ടീമുണ്ടായിരുന്നു. അവിടെ പോയി എല്ലാതും ഏകോപിപ്പിച്ചു. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 6 മണിക്ക് തന്നെ അവിടെ നിന്ന് 9 വാഹനങ്ങളിലായിട്ട് ബോഡി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറോളം നമ്മൾ പൊതുദർശനത്തിന് ശേഷം അവരതാത് വീടുകളിലേക്ക് ബോഡി വിട്ടുകൊടുക്കുന്നതായിരിക്കും. വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ADM വ്യക്തമാക്കുന്നത്. ഇനിയുള്ളത് മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ മൃതദേഹം ഇവിടേക്ക് എത്താനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. അതിന് പിന്നാലെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. അവിടെ വീടുകളിലേക്ക് അവർ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് ഇപ്പോൾ ADM വ്യക്തമാക്കിയിരിക്കുന്നത്.